Hey guys, welcome back to another video of SR Vlog. So if you are watching our channel for the first time, I am a plus 1 commerce student with computer application. അപ്പോൾ നാളെയാണ് നമ്മുടെ പ്ലസ് 1 കൊമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസ് എക്സാം. അപ്പോൾ പഠിക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലൈവ് കണ്ട് പഠിക്കാനാണ് വിചാരിക്കുന്നത്. കാരണം 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ തലകുത്തി നിന്ന് കഴിഞ്ഞാലും 8 എനിക്ക് തീർക്കാൻ കഴിയില്ല. സോ ലൈവ് കാണാൻ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ അടുത്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയായിട്ടുള്ളൂ. സോ നാളെ രാവിലെ എണീച്ചിട്ട് ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ തറവായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പറ്റുന്നത്ര ക്ലാസ്സും ലൈവും കണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ലെറ്റ് മീ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വന്നു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ബിലോ. പിന്നെന്താ, ഇന്ന് നമ്മൾ പ്ലസ് 1 കൊമേഴ്സുകാർക്ക് ഉള്ള എക്സാം എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ പേപ്പർ ഡിസ്കഷനും റിവ്യൂ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. അതായത് എങ്ങനെ ഞാൻ ഇന്നലെ പ്രിപ്പറേഷൻ നടത്തിയെന്ന് ഞാൻ ബ്രീഫായിട്ട് പറയാം. അതായത് ഞാൻ ഇന്നലെ 7 മണി തൊട്ടിട്ട് 12 മണി വരെയാണ് ലൈവ് കണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായ സമയം. എന്നാൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ജസ്റ്റ് ലൈവ് മാത്രം ഇരുന്ന് കണ്ട് അതിലത്തെ കാര്യങ്ങളൊക്കെ മാത്രം കേട്ട് അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. പിന്നെ ഇന്ന് രാവിലെ മോർണിംഗ് ബൂസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് പകുതി വരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നോട്ട്സിലും ചെറുതുന്ന കുറേ ക്വസ്റ്റ്യൻസും പിന്നെ നോട്ട്സും ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ള ബിസിനസ് സ്റ്റഡീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങിയത് ഭയങ്കര അടിപൊളിയായിട്ടാണെങ്കിലും അവസാനിച്ചത് അത്ര അടിപൊളിയായിട്ടല്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കുറച്ച് ഞാൻ എന്തൊക്കെയാണ് ആൻസർ എഴുതിയെന്ന് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ ഇത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ എഴുതിയത് കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് അറിയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആൻസർക്ക് അറിയണ്ട, അല്ലെങ്കിൽ കുട്ടീൻ്റെ ജാതകം നോക്കണ്ട എന്നുള്ളവർ അത് സ്കിപ്പ് ചെയ്ത് പോവാൻ. ഞാൻ എന്തായാലും ആൻസർ പറയുമ്പോൾ ഞാൻ പറയും, അപ്പോൾ സ്കിപ്പ് ചെയ്യാം. സയൻസുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ 1 to 10 വരെയുള്ള പോർഷൻ, ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ 1 to 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 8 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒരുവിധം ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്ത ഒരാളാണെങ്കിൽ നല്ലപോലെ എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ഫോളോയിങ് ഇസ് നോട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. അപ്പോൾ അത് 4 വായിച്ചിട്ട് എനിക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് തോന്നിയെന്ന് വെച്ചാൽ സി ആണ്, ഗെറ്റിംഗ് ഹൈ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ബൈ എനി മീൻസ്. അപ്പോൾ ഞാൻ അതാണ് എഴുതിയിട്ടുണ്ടായത്. പിന്നെ ഗിവൻ എക്സാമ്പിൾ ഫോർ B2B കോമേഴ്സ് ഞാൻ എഴുതിയത് ഹോൾസെയിൽ ടു റീറ്റെയിൽ ട്രേഡ് വരെ അവരുമായിട്ടുള്ള ബിസിനസ്. പിന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ എഴുതിയില്ല. ആസ് പെർ ദ സെബി ഗൈഡ് ലൈൻസ് ലിമിറ്റ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് 51% ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഐഡന്റിഫൈ ദ ടേം യൂസ്ഡ് ടു റെഫർ ദ സ്പെഷ്യലൈസ്ഡ്. അത് 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പ്രൊമോട്ടറാണ് ആൻസർ എഴുതിയത്. പിന്നെ പബ്ലിക് പ്രൊവൈഡൻറ്റ് ഫണ്ട്, അത് ഞാൻ ജസ്റ്റ് ഓപ്ഷനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എഴുതിയത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ഇതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ എഴുതിയതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പിക്ക് ഔട്ട് ദ ഓഡ് വണ്ണിൽ ഞാൻ ഡിബെഞ്ചേഴ്സ് ആണ് പിക്ക് ഔട്ട് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് പ്രോഫിറ്റ് ആക്ട് 7th ക്വസ്റ്റ്യൻ നല്ലപോലെ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് എഴുതിയത് ബി എന്തോ ആണെന്ന് തോന്നുന്നു, ബി സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ചൂസ് ദ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേ ആണ് കൊടുത്തത്. കംപ്ലീറ്റ് ദ സീരീസിൽ ഇന്റേണൽ സോഴ്സ് ഞാൻ ഇക്വിറ്റി ഷെയർ ആണ് കൊടുത്തത്. പിന്നെ ലയബിലിറ്റി ഓഫ് കോ പാർട്ട്നേഴ്സ് ഇൻ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സസ് ലിമിറ്റഡ്, ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം ബാക്കിയെല്ലാം കുറച്ച്, അതും പിന്നെ പ്രൊമോട്ടറിൻ്റെ ക്വസ്റ്റ്യൻ, കാരണം അതും നല്ല വൃത്തിക്ക് വേഗം കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ആൻസർ ചെയ്തത്. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. നെക്സ്റ്റ് 11 to 16 വരെയുള്ളതിൽ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അതിൽ എല്ലാം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേങ്കിൽ ഗവൺമെൻറ് കമ്പനീൻ്റെ ഫീച്ചേഴ്സും എല്ലാം എനിക്ക് മറന്നുപോയി. എല്ലാം കൂടെ ഒരു മിക്സായ അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് കമ്പനി ഈ ഒരു പേപ്പർ മൊത്തത്തിൽ ഞാൻ എൻ്റെ ഓൺ വേർഡ്സിലാണ് എഴുതിയിട്ടുള്ളത്. അല്ലാണ്ട് സാർ തന്ന നോട്ട്സ് പ്രകാരം ഇന്നലെ ലൈവ് കണ്ടതിൻ്റെ ഒന്നുമല്ല. എനിക്കെന്താ മനസ്സിലായതിന് ഞാൻ എൻ്റെ ഓൺ വേർഡ്സിൽ എന്താ ഉള്ളത് അതാണ് സംഭവം എഴുതിയിട്ടുള്ളത്. ഇതിനെല്ലാം മാർക്ക് കിട്ടുമോ എന്നറിയില്ല, നോക്കാം. സോ പോയിന്റ് ഔട്ട് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് കമ്പനി. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതി. അതിൽ ജസ്റ്റ് അതൊരു പബ്ലിക് അണ്ടർടേക്കിംഗ് ആണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ പോയിന്റ് എഴുതി. പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒരുമിച്ച് എഴുതി വെച്ച വിദ്യയാണ് ഞാൻ. കാരണം ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡെന്ന് ഞാൻ എഴുതിപ്പോയി, ആ ഒരു നോട്ട്സിൽ എഴുതിയ ശീലത്തിൽ അങ്ങനെ എഴുതിപ്പോയി. അപ്പോൾ 4 ആക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഡിജിറ്റൽ വാളറ്റും ഡിജിറ്റൽ ക്യാഷ് അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസ്, അത് സിമ്പിളായിരുന്നു, അത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഫീസിബിലിറ്റി സ്റ്റഡി, അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫോളോയിങ് അബ്രിവേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല, കാരണം എനിക്ക് സംഭവം തന്നെ പിടികിട്ടിയിട്ടില്ല. പിന്നെ രജിസ്ട്രേഷൻ ഓഫ് കമ്പനി റിക്വയർസ് ദ പ്രിപ്പറേഷൻ 16th ക്വസ്റ്റ്യൻ, അതും ഞാൻ വൃത്തിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 16,
14, 13 ഈ 3 ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ വൃത്തിക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായത്. 11, 12 ഞാൻ എല്ലാം എൻ്റെ ഗസ്റ്റിന് എഴുതിയതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാർക്കേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കറക്റ്റ് ആണോ എന്തോ അറിയില്ല. അപ്പോൾ അതാണ് 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഫോളോയിങ് 17 to 22 എന്ന് വരെയുള്ള ആ ഒരു പോർഷനാണ് നോക്കാനുള്ളത്. അതിൽ ഞാൻ 3 ക്വസ്റ്റ്യൻസ്, അതായത് 17, 18 പിന്നെ 22 ഈ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് നല്ലപോലെ അറിയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ്. ബാക്കി 2 എണ്ണം എനിക്ക് എന്തായാലും എഴുതേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ ഓൺ വേർഡ്സിൽ എന്തൊക്കെയോ തള്ളുവാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ ദീപക് ആ ഒരു സോൾ ട്രേഡറിൻ്റെ ക്വസ്റ്റ്യൻ ലീസ് ഫിനാൻസിങ് ഉത്തരം എന്നറിയാം, പക്ഷെ അതിന് മെറിറ്റ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ മെറിറ്റ്സ് ഞാൻ എൻ്റെ ഓൺ വേർഡ്സിൽ എന്തൊക്കെയോ എഴുതി. പിന്നെ ബിസിനസ് എൻ്റർപ്രൈസ് എങ്ങനെ ആ ഒരു എത്തിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഞാൻ എൻ്റെ രീതിയിൽ തള്ളുവാണ് ചെയ്തത്. ഒരുമാതിരി ഇംഗ്ലീഷ് എക്സാം പോലെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്ത പോർഷനിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 28 to 31. അപ്പോൾ ഇതിൽ എല്ലാം പകുതി അറിയുന്ന പോലെയായിരുന്നു ഉണ്ടായത്. അതായത് ഫസ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ലായിരുന്നു. ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഞാനങ്ങ്, അതായത് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 4 ക്വസ്റ്റ്യനും ഞാൻ എഴുതി വെച്ചു, ഏതാണെന്ന് വെച്ചാൽ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ കമ്പാരിറ്റീവ് ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ 2 ബേസിസും ഈ കൊടുത്ത പോയിന്റ്സ് വെച്ചിട്ട് എഴുതി. പിന്നെ ട്രഡീഷണൽ ബിസിനസ്, ഈ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ആയിട്ട് എഴുതാണ് ചെയ്തത്. പിന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിഫറൻസ്, അത് തീരെ കിട്ടുന്നുണ്ടായില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇതെനിക്ക് കിട്ടും, പക്ഷെ അത് ഒരുമാതിരി ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ വന്നിട്ട് എല്ലാം കൂടി പോയി. അങ്ങനെ 5 പോയിന്റ് ഒന്നും എനിക്ക് കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ അവസാനം ഞാൻ ഒരു പാരഗ്രാഫ് പോലെ എന്തൊക്കെയോ എഴുതി വെച്ചു. അപ്പോൾ അതിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ പാർട്ട് എയും പാർട്ട് ബിയും കറക്റ്റായിട്ട് മാച്ച് ചെയ്തു. പക്ഷെ പാർട്ട് സി എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. സോ മാച്ച് ദ ഫോളോയിങ് ആൻസർ ഞാൻ പറഞ്ഞുതരാം. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ്. അത് ഏർണിംഗ് ഫോർ ലൈവ്ലിഹുഡ്. നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഹൗസ് വൈഫിന്. പിന്നെന്താ ബിസിനസ് എന്ന് പറയുന്നത് കൊമേഴ്സ് പ്ലസ് ഇൻഡസ്ട്രി, അത് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സാലറി അല്ല, പ്രൊഫഷൻ എന്ന് പറയുന്നത് എക്സ്പോർട്ട് സർവീസസ് ആണ്, അത് കോഡ് ഓഫ് കണ്ടക്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് സാലറി ഓർ വേജസ് സർവീസ് അഗ്രിമെൻറ്റ്. അപ്പോൾ അത് ഞാൻ കുറേ പ്രാവശ്യം ചിന്തിച്ച് അത് ശരിക്കും അത്ര കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് കുഴപ്പമാക്കിയതാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ലിമിറ്റേഷൻ ഓഫ് ഈ ബിസിനസ്സിൻ്റെ ലിമിറ്റേഷൻസും ഞാൻ അറിയുന്ന പോലെ തള്ളുവാണ് ചെയ്തത്. എല്ലാം ഇന്നത്തെ എക്സാം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം എൻ്റെ ഓൺ വേർഡ്സിലും തള്ളലുമാണ് ഒന്ന് പിടിച്ച് നിർത്തിയത്. ഓക്കെ, നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. 32 to 34. അതിൽ ഞാൻ എഴുതിയത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അതിൽ ഞാൻ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് എന്ന് എഴുതേണ്ട പകരം അത് ഞാൻ വൃത്തിക്ക് എഴുതിയതായിരുന്നു. പിന്നെ ആക്സെപ്റ്റിംഗ് ഫണ്ടാക്കി കുത്തിവെച്ചു, എന്തിനാണെന്ന് അറിയില്ല. ഞാൻ അത് ചെയ്തു. പിന്നെ 4 മെറിറ്റ്സ് ആൻഡ് 4 ലിമിറ്റേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്. പക്ഷെങ്കിൽ അവിടെ എത്തിയപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ എന്തൊക്കെയോ കിട്ടിയ ലിമിറ്റേഷനും ഫീച്ചേഴ്സും എല്ലാം വെച്ച് ഞാൻ അങ്ങ് കാച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ ഉണ്ടായത്. സോ നിങ്ങളുടെ ബിസിനസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു ഓവറോൾ റിവ്യൂ ആയിട്ട് ഞാൻ പറയാം. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫാണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ടഫൊന്നുമല്ല, ഒരു മോഡറേറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് 1-2 ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ഒരു ലീസ് ഫിനാൻസിങ്ങിൻ്റെതാണെങ്കിലും മറ്റേ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് എഴുതുന്നതുകൊണ്ടായിരിക്കാം നമുക്കങ്ങനെ തോന്നിയത്. സോ നല്ല രീതിയിൽ പഠിച്ച് പോയ ഒരു കുട്ടിക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കുഴപ്പമില്ലാണ്ട് ഒരു പാസ്സാവുകയൊക്കെ ചെയ്യും, എന്തായാലും ഫുൾ മാർക്ക് കിട്ടും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അത്രയും നല്ല രീതിയിലൊന്നും എഴുതിയിട്ടുണ്ടായിട്ടില്ല. സോ ഒരു കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താ, ഇനി നാളെ അക്കൗണ്ടൻസി ആണ്. അക്കൗണ്ടൻസി എങ്ങനെ വരുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഇന്നലെ ലൈവൊക്കെ കണ്ട് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര ഒരു സമാധാനമൊക്കെ ആയിരുന്നു. ആ ചാപ്റ്റേഴ്സിൻ്റെ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ടെൻഷൻ ഇല്ലാത്തതാണ് എൻ്റെ ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തോന്നുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഓ ബൈ ബൈ.